തിരുവനന്തപുരം ചെറുന്നിയൂരിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വയോധിക മരിച്ചു. വർക്കല സ്വദേശി സാവിത്രിയമ്മയാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മേഘന, വിവരങ്ങൾ. റിജിത്ത്, തിരുവനന്തപുരം ചെറുന്നിയൂരിലാണ് അല്പസമയം മുന്നേ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം ഇപ്പോൾ പറയുന്നത്. അപകടത്തിൽ ഒരു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് വർക്കല സ്വദേശിയായിട്ടുള്ള സാവിത്രി അമ്മ, 68 വയസ്സുള്ള വയോധികയ്ക്കാണ് ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ളത്. അത് ഈ ഓട്ടോറിക്ഷ നിറയെ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു. 6 തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് ഒരാൾ മരിക്കുന്നു, ബാക്കി 5 പേർക്കും ഗുരുതര പരിക്കുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 6 പേരെയും ഉടനടി തന്നെ പ്രദേശവാസികൾ വർക്കല സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും എത്തിച്ചിരുന്നു. പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ബാക്കി 5 പേരുടെയും സ്ഥിതി, അത് ബീന, രാധ, ബേബി, മേബിൾ, ശ്യാമള എന്നിവരാണ്. ഇപ്പോൾ എല്ലാവരും വർക്കല സ്വദേശികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്താണ് ഈ അപകട കാരണം എന്നുള്ളത്, മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. കൂടാതെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നും പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ബാക്കി 5 പേരും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതുപോലെ തന്നെ വർക്കല സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. അതിൽ വർക്കല സ്വദേശിയായിട്ടുള്ള സാവിത്രി അമ്മ, 68 വയസ്സുള്ള സാവിത്രി അമ്മയ്ക്കാണ് ഇപ്പോൾ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.